നമ്മുടെ മെർദിഫിൽ സ്പോർട്സ് സൊസൈറ്റിയിൽ ചെല്ലുന്നവർക്കല്ല എന്തോ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊന്ന് പോയി നോക്കിയതാട്ടാ. നേരെ കയറി ചെന്നത് ഈ ഐസ് റേക്കിലോട്ടാണ്. ഇവിടെ കുറേ ആൾക്കാർ തലയും തല്ലി വീഴുന്നത് കണ്ടിട്ട് നമ്മൾ നേരെ നടന്നു. ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം, ജർഗി. ഈ ക്ലോ മെഷീൻസ് ആണ് കേട്ടോ. നമ്മൾ കോയിൻസ് ഇട്ട് കൊടുത്തിട്ട് പാവ അങ്ങനെ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് നേരെ ഇവിടുന്ന് കിട്ടിയിട്ടില്ല, അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏകദേശം ഒരു വിലവിവര പട്ടിക. ഇത് നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ 49 ദിറംസിന് 33 കോയിൻസ് എന്നുള്ള സംഭവം നമ്മളെടുത്തു. ഈ 33 കോയിൻസിൽ 3 കോയിൻസാണ് ഒരു മെഷീനിൽ യൂസ് ചെയ്യുക. പഠിച്ചോനെ കത്തോളി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് അത് പാളിപ്പോയപ്പോൾ ഏകദേശം കാര്യത്തിൻ്റെ പോക്കും കിട്ടാന്ന് തീരുമാനമായിട്ടുണ്ട്. പക്ഷെ ഉപദേശം കൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഇത് കിട്ടിയേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കരച്ചിൽ മേളം തന്നെ ആയിരിക്കും. കാരണം ഇതുവരെ വല്ലാണ്ട് കിട്ടിയിട്ടില്ല. ഇവിടെ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ വന്നത്. രണ്ടെണ്ണം കിട്ടിയപ്പോൾ ഏകദേശം നമുക്കൊരു പ്രതീക്ഷ വന്നു, ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും. ആ പ്രതീക്ഷയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അപ്പോൾ എന്തായാലും കയ്യിലുള്ള കോയിൻസ് കഴിഞ്ഞ് രണ്ടെണ്ണം കിട്ടിയതിൻ്റെ സമാധാനത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ, നമുക്ക് ഓവറായിട്ട് ടോയ്സ് ഒരേപോലത്തെ കിട്ടുമ്പോൾ അത് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. വേണമെന്നുള്ളവർക്ക് വന്നിട്ടൊന്ന് ഭാഗ്യം ട്രൈ ചെയ്ത് നോക്കാം. തീരെ കിട്ടാനൊന്നുമില്ല, 1-2 ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരെ കൊട്ട കാണുമ്പോൾ സങ്കടമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു വിഷമം അത്രേ ഉള്ളൂ. എന്തായാലും വിഷമവും സന്തോഷമൊക്കെ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങി. പക്ഷേ ഇത് പുറത്തേക്കല്ലേ എത്തുന്നത്, വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ അറിയാണ്ട് പോകണം. ഒരു ലൂപ്പ് പോലെ ഇങ്ങനത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ കിട്ടിയതിൻ്റെ ഷെയറിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1 എനിക്ക് 1 എനിക്കത് വെറുതെ 3 കിട്ടാൻ. ഇതൊരു കുടുംബാലയം ഒഴിവായി കിട്ടിയില്ലേ.